പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ നോമ്പില് പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിതമായ ഒരു ദിവസമാണ് ശനിയാഴ്ച. നമ്മുടെ നോമ്പിലെ അവസാനത്തെ ശനിയാഴ്ചയാണ്. അമ്മയോട് ചേർന്ന് നമുക്ക് ഒരു മുഴുവൻ ജപമാലയ്ക്ക് ചൊല്ലി ഈ ഒരു ദിനം വലിയ നമ്മൾ പ്രാർത്ഥിക്കുന്ന മേഖലകളിലെ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോന പ്രവചനം 2:7. അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്, എന്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. അത് വലിയൊരു കാര്യമാണ് സഹോദരൻ. ജീവൻ അതായത് ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ വീശിടുക. അതായത് ശരിക്കും നമ്മുടെ അങ്ങോട്ട് ആവിയായി പോവാന്ന് പറയില്ലേ, അല്ലെങ്കിൽ ഒരു ജീവനില്ലാത്ത അവസ്ഥ എന്നൊക്കെ നമ്മൾ പറയില്ലേ, മരവിച്ചു പോവാന്ന് പറയില്ലേ. ആ സമയത്ത് കർത്താവിനെ ഓർക്കുക എന്നുള്ളത് പ്രിയ സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കൊന്ന് ആഗ്രഹിക്കണം, ദൈവമേ നമുക്ക് ഒരു ധ്യാനം കൂടിയിട്ടുള്ള സമയത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് കർത്താവിനെ ഓർക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. എന്നാൽ ചില സമയത്ത് ഒന്നിന് പുറകെ ഒന്നായി അവിടുന്ന് ഇവിടുന്നൊക്കെ തിരമാല കണക്കെ പ്രശ്നങ്ങൾ വന്ന് നമ്മൾ ആ പ്രശ്നങ്ങൾ നമ്മൾ മൂടുക എന്ന് പറയില്ലേ, കല്ലിട്ട് മൂടുന്നത് പോലെയൊക്കെ മൂടുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കർത്താവിനെ ഓർക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രശ്നമില്ലാത്തപ്പോൾ തന്നെ പ്രാർത്ഥിക്കണം. എന്നുവെച്ചാൽ എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. തുടർന്ന് പറയാണ്, എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്കൽ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിൽ എത്തി. കർത്താവിനെ ഹൃദയം തുറന്ന ഒരു മകൻ ഓർക്കുകയാണെങ്കിൽ, എൻ്റെ ദൈവമേ എന്ന് ഉള്ളോണ്ട് ഒരു വ്യക്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിശ്ചയമായും നിശ്ചയം അതു നിശ്ചയം വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം അതു നിശ്ചയം വാഗ്ദത്തം ചെയ്തവൻ അകലുകില്ല. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. കർത്താവിന്റെ വാഗ്ദാനമാണിത്. നമുക്ക് പ്രിയ സഹോദരങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നോമ്പിന്റെ പുണ്യപ്പെട്ട ദിനങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെ. നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി നമ്മളുടെ സൗകര്യം നോക്കിയിട്ടല്ല, കുമ്പസാരം എപ്പോഴാണ് ക്രമീകരിച്ചിട്ടുള്ളത് അത് കണ്ടറിഞ്ഞ് നമ്മൾ ശരിക്കും ത്യാഗമെടുത്ത് നല്ലൊരു കുമ്പസാരം നടത്താനായിട്ട് ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.